സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുന്നത് അനിശ്ചിതമായി വൈകുമെന്നറിയുന്നു. കരാറുകാരുടെ ബഹിഷ്കരണത്തെ തുടർന്നാണ് ഈ പ്രശ്നം. വിവരങ്ങളുമായി നമുക്കൊപ്പം ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ടെൻഡറിൽ അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണോ? പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അത് തന്നെയാണ്, കരാറുകാർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഈ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അപ്പോഴും വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടും ഈ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് അനിശ്ചിതമായി വൈകും എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ ഔട്ട്ലെറ്റുകളിലൊന്നും തന്നെ ഇപ്പോൾ സാധനങ്ങളില്ല. ഈ സാധനങ്ങൾ ജനങ്ങളിലേക്കും ഔട്ട്ലെറ്റുകളിലേക്കും എത്താൻ അനിശ്ചിതമായി വൈകുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 13-ന് സപ്ലൈകോ ഒരു ടെൻഡർ ക്ഷണിക്കുന്നു. ഈ ടെൻഡറിൽ പറഞ്ഞിരിക്കുന്നത് അരി, അതോടൊപ്പം തന്നെ പയർ, പഞ്ചസാര, മുളക്, മല്ലി, ധാന്യങ്ങൾ തുടങ്ങിയവ നൽകുന്നതിന് വിതരണക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ടെൻഡർ നോട്ടീസ്. എന്നാൽ ഈ വിതരണക്കാരും തന്നെ ഈ ടെൻഡർ നോട്ടീസിനോട് കാര്യമായി സഹകരിക്കുന്നില്ല എന്ന് സപ്ലൈകോയ്ക്ക് മനസ്സിലായി. ഇതേ തുടർന്ന് സപ്ലൈകോ തന്നെ ഈ ടെൻഡർ നോട്ടീസ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഒരു സാധനവും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലോ ഗോഡൗണിലോ ഇപ്പോൾ സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തില്ല. 250 കോടിയെങ്കിലും കുറഞ്ഞത് ലഭിച്ചാൽ മാത്രമേ കരാറുകാർ ടെൻഡറിൽ പങ്കെടുക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 500 കോടിയിലധികം രൂപ ഇവർക്ക് നൽകാനുണ്ട്. ഒരു വർഷത്തിലേറെയായി ഇവർക്ക് തുക നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ തുക നൽകാതെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കരാറുകാർ വ്യക്തമാക്കുന്നത്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിപണിയിൽ പലതവണയായിട്ട് വില ഉയരുന്നുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സപ്ലൈകോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. പക്ഷേ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകാതെ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളും ചോദിക്കുന്നത്. എസ്കെൻ. ഗിരീഷ്.